14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛൻ പിടിയിലായി. ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം. ഒരു വർഷമായി ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. സ്കൂളിൽ അധ്യാപകർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡനവിവരം കുട്ടി വെളിപ്പെടുത്തിയത്. കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വി.കെ. സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, എന്താണ് ഈ സംഭവം? വളരെ ഗുരുതരമായ ആക്ഷേപമാണല്ലോ. എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? സജിത്ത് സൂചിപ്പിച്ച പോലെ ഇടുക്കി കട്ടപ്പനയിലാണ് ഈ സംഭവം നടന്നത്. 14 വയസ്സുകാരിയായ കുട്ടിയെ രണ്ടാനച്ഛൻ ഒരു വർഷക്കാലമായിട്ട് പീഡിപ്പിച്ചു വരികയായിരുന്നു. ഇയാൾ വാടകയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ഈ വാടക വീട്ടിൽ വെച്ച് ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് തുടർച്ചയായി ഈ കുട്ടിയെ പീഡിപ്പിച്ചു വരുന്നതായിട്ടാണ് വിവരം. കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ട അധ്യാപകരാണ് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതേപോലെ സ്കൂളിലെ കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു. അതിൽ കൂടിയാണ് കുട്ടി ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് അധ്യാപകർ കട്ടപ്പന പോലീസിൽ നൽകിയ വിവരത്തെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾ സ്ഥലത്തില്ലായിരുന്നു. ഇയാൾ അടിമാലിയിലെ ജോലി സ്ഥലത്തായിരുന്നു. അവിടെ നിന്നുമാണ് കട്ടപ്പന പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്ത് കട്ടപ്പന കൊണ്ടുവന്നത്. എന്താണേലും കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കും അതേപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കിയ ശേഷം മാത്രമാണ് ഈ കേസിനകത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കട്ടപ്പന പോലീസാണ് അറസ്റ്റ് ചെയ്ത് കട്ടപ്പന കോടതിയിൽ തന്നെ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതാണ് സാഹചര്യം. എന്തായാലും 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് രണ്ടാനച്ഛനെ ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. കട്ടപ്പന പോലീസാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സ്പോട്ട് ലൈവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.